നമസ്കാരം. മൂന്നാം ഊഴം സ്വപ്നം കണ്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പിയും കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിൽ കുറച്ചു പേരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട് 2004 ഒരുപക്ഷെ ആവർത്തിച്ചേക്കുമെന്ന്. നമുക്കറിയാം, വാജ്പേയി സർക്കാരിന്റെ അവസാന നാളുകളിലാണ് ഇന്ത്യ തിളങ്ങുന്നു അഥവാ ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യവുമായി ബി.ജെ.പി രാജ്യമെമ്പാടും നിറഞ്ഞത്. പക്ഷെ ആ മുദ്രാവാക്യം ബി.ജെ.പിക്ക് സമ്മാനിച്ചത് കനത്ത പരാജയമായിരുന്നു. ബി.ജെ.പി ആ പൊതു തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടി കോൺഗ്രസ് ഭരണത്തിൽ തിരികെ വരികയും ചെയ്തു. എന്തുകൊണ്ടാണ് അന്ന് ബി.ജെ.പി പരാജയപ്പെടാൻ കാരണമെന്ന് ചോദിച്ചാൽ ലളിതമായി പറയാം, ആ മുദ്രാവാക്യത്തോട് ഒട്ടും നീതി പുലർത്തുന്നതായിരുന്നില്ല അന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. അതായത് ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു തിളക്കവും അനുഭവിച്ചിരുന്നില്ല എന്ന് തന്നെ. അതിനുശേഷം ബി.ജെ.പിക്ക് നല്ല കാലം ഉണ്ടാകുന്നത് 2014 അന്ന് നരേന്ദ്രമോദിയും ബി.ജെ.പിയും വീണ്ടും അധികാരത്തിൽ വന്നു. 10 വർഷം പിന്നിടുമ്പോൾ ഒരു നല്ല ഭരണം തങ്ങൾ കാഴ്ചവെച്ചു എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മോദിയും കൂട്ടരും വോട്ട് തേടുന്നത്. എന്നാൽ ജനം വോട്ട് ചെയ്യുന്നത് ഏത് വിധത്തിലാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിൽ ഇരുന്ന് എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഒരു വ്യക്തിയും നേരിട്ട് അറിയുന്നതേയില്ല. എന്നാൽ ഈ വിടവ് പരിഹരിക്കുന്നതാവട്ടെ മാധ്യമങ്ങളാണ്. പക്ഷെ മാധ്യമങ്ങൾ നല്ലത് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു ഭരണത്തെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല അഭിപ്രായം ഉണ്ടാവണമെന്നില്ല. തിരിച്ചും അങ്ങനെ തന്നെ. അതായത് എന്തൊക്കെ ചെയ്താലും അംഗീകരിക്കാത്ത ഒരു ജനവിഭാഗം കൂടിയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ ഇതിന് ഉദാഹരണം. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരവതാനി വിരിച്ചതുപോലെയാണ് ആന്ധ്രയിലും തെലങ്കാനയിലുമൊക്കെ ബി.ജെ.പി ദേശീയപാത വികസനം നടത്തിയത്. പുതിയ എയർപോർട്ടുകളും സീപോർട്ടുകളും മറ്റും അവിടെ ധാരാളമായി വരികയും ചെയ്തു. കേരളത്തിലാവട്ടെ ഇപ്പോൾ ദേശീയപാത വികസനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കോടാനുകോടി രൂപയാണ് ഇവിടെ കേന്ദ്രത്തിൽ നിന്നും ഒഴുകിയെത്തുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ ഈ സംസ്ഥാനങ്ങളിലെ ഇലക്ഷനെ കാര്യമായി സ്വാധീനിക്കില്ല. ബി.ജെ.പിക്ക് വോട്ട് നേടാൻ കാര്യമായി ഉപകരിക്കുകയുമില്ല. വികസനം കൺമുന്നിൽ കണ്ടാൽ പോലും തിരിഞ്ഞു നിൽക്കുന്ന ജനങ്ങളുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മറ്റൊരു തലവുമായി ബന്ധപ്പെട്ടിരിക്കും. അവരുടെ പ്രത്യയശാസ്ത്രം, അല്ലെങ്കിൽ അവർ പിന്തുടർന്നു പോരുന്ന മതേതര മൂല്യങ്ങൾ, അവർ കാഴ്ചവെക്കുന്ന ചില പ്രകടനങ്ങൾ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ചില കടന്നാക്രമണങ്ങൾ, ഇതൊക്കെയും ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേണിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ 10 വർഷത്തിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മോദിയുടെ ഇമേജ് ഇടിക്കാൻ പ്രാപ്തിയുള്ള ഒരു ആരോപണം പോലും പ്രതിപക്ഷം ഉന്നയിച്ചിട്ടില്ല എന്നതാണ്. അങ്ങനെ ഒരു ആരോപണം പോലും മുന്നോട്ട് വയ്ക്കാൻ ഇല്ലാതെ പോകുന്നത് മോദി എന്ന നേതാവിന്റെ പ്രവർത്തന മികവ് കൊണ്ടുകൂടി തന്നെയാണ്. നമുക്കറിയാം, മൻമോഹൻ സിംഗ് 10 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് പുറത്തു പോയത് തലയിൽ മുണ്ടിട്ടുകൊണ്ട് തന്നെയായിരുന്നു. കാരണം അഴിമതിയുടെ മറ്റൊരു പര്യായമായിരുന്നു രണ്ടാം UPA സർക്കാർ. ബ്രിട്ടീഷ് രാജ്ഞിയേക്കാൾ സമ്പന്ന എന്നുള്ള ഒരു ഖ്യാതി സോണിയാഗാന്ധി നേടിയ കാലം കൂടിയായിരുന്നു അത്. മാത്രമല്ല, സഖ്യകക്ഷികളും ആ സമയത്ത് കാര്യമായ രീതിയിൽ തന്നെ മുതലെടുപ്പ് നടത്തി. പ്രത്യേകിച്ചും ശരത് പവാറിന്റെ NCPയും കരുണാനിധിയുടെ DMKയും മറ്റും. കോൾ സ്കാമും കോമൺവെൽത്ത് ഗെയിം സ്കാനും 2G സ്പെക്ട്രം സ്കാമും ഒക്കെ ആ സമയത്ത് വാർത്തകളിൽ ഇടം പിടിച്ചു. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അഴിമതിയുടെ നാളുകളായിരുന്നു രണ്ടാം UPA സർക്കാർ കാഴ്ചവെച്ചത്. പക്ഷേ മോദി പണം സമ്പാദിച്ചതായോ അല്ലെങ്കിൽ അടിച്ചു മാറ്റിയതായോ പ്രതിപക്ഷമോ ശത്രുക്കളോ പോലും ആരോപിച്ചിട്ടേയില്ല. കുടുംബത്തെ ഒരു കയ്യകലത്തിൽ നിർത്തുക എന്നുള്ള ഒരു ശീലം, ഒരു നേതാവിന് ഏറ്റവും പ്രധാനമായി വേണ്ട ആ ശീലം പ്രധാനമന്ത്രി ആവുന്നതിന് മുൻപ് തന്നെ, അതായത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന കാലത്ത് തന്നെ മോദി ശീലിച്ചു പോന്നിരുന്നു. ഗുജറാത്ത് സെക്രട്ടേറിയറ്റിലെ PRD ഉദ്യോഗസ്ഥനായിരുന്ന മോദിയുടെ സഹോദരന് ഒരിക്കൽ പോലും ചീഫ് മിനിസ്റ്ററുടെ മുറിക്കുള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതിനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് വീണ് കിട്ടിയിരുന്നില്ല. ഇനി മറ്റൊരു സഹോദരനാവട്ടെ റേഷൻ കട നടത്തിയാണ് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. രാത്രി വരെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു ശീലം, അതും മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് തന്നെ മോദിക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം കുറച്ച് നേരത്തെ ഇറങ്ങാൻ സാധിക്കുകയാണെങ്കിൽ അദ്ദേഹം അമ്മയെ പോയി സന്ദർശിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് മാത്രമാണ് ഈ കുടുംബവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുലർത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു ബന്ധമെന്ന് പറയുന്നത്. പ്രധാനമന്ത്രി ആയതിനു ശേഷം മോദിയുടെ സഹോദരന്മാർ അല്ലെങ്കിൽ അകന്നു കഴിയുന്ന ഭാര്യ, ഇവർക്കൊക്കെ പല ക്ഷേത്രങ്ങളും സന്ദർശിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഔദ്യോഗിക തലത്തിൽ ചെയ്തു കൊടുത്തിരുന്നു. ചില സമയത്തൊക്കെ ഇത് വാർത്തയായിട്ടുമുണ്ട്. പക്ഷെ അതിൽ കവിഞ്ഞ
കവിഞ്ഞ് മറ്റെന്തെങ്കിലും ഒരു നേട്ടം മോദിയുടെ കുടുംബാംഗങ്ങൾ ഉണ്ടാക്കിയതായി നമ്മൾ ആരും പറഞ്ഞു കേട്ടിട്ടേയില്ല. ഇതൊക്കെ മനസ്സിലാവുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഓരോ ദിവസവും നാം കേൾക്കുന്ന കാര്യങ്ങൾ. അത് വലിയ ഒരു അമ്പരപ്പ് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രിക്ക് ഇത്രയൊക്കെ സാധിക്കുമെങ്കിൽ ഒരു പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ആൾക്ക് അവരുടെ കുടുംബത്തെ എങ്ങനെയൊക്കെ ഭരണത്തിൽ കൈകടത്താൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം. പക്ഷെ മോദി ഇതിൽ നിന്നെല്ലാം അകലം പാലിച്ച് തന്നെയാണ് നടന്നത്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം BJPയുടെ മുഖ്യമന്ത്രിമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടേയില്ല. ഇതിനൊരു അപവാദം എന്ന് കുറച്ചെങ്കിലും പറയാൻ സാധിക്കുന്നത് കർണാടകത്തിലുള്ള യെദ്യൂരപ്പ മാത്രമാണ്. യെദ്യൂരപ്പ മക്കളെ ഇടത്തും വലത്തുമായി ഭരണം തുടർന്ന് മുന്നോട്ട് പോയപ്പോൾ അയാളെ താഴെ ഇറക്കാനുള്ള ആർജവും നേതൃത്വത്തിനുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ബസവരാജ ബൊമ്മ അധികാരത്തിൽ വരുന്നു. ഇപ്പോൾ BJPയുടെ ഒരു മുതിർന്ന നേതാവ് ദക്ഷിണേന്ത്യയിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ ആ സ്ഥാനപ്പേര് കൽപ്പിച്ചു കൊടുത്തിരുന്നത് യെദ്യൂരപ്പയ്ക്ക് തന്നെയായിരുന്നു. പക്ഷേ യെദ്യൂരപ്പയുടെ അഴിമതി കലർന്ന ഭരണം കൊണ്ട് തന്നെയാണ് BJP അദ്ദേഹത്തെ അധികം പ്രോത്സാഹിപ്പിക്കാതെ മുന്നോട്ട് പോയത്. അതിന് പകരം ദക്ഷിണേന്ത്യയിൽ നിന്നും ഉദിച്ചുയർന്ന ഒരു നേതാവ് അണ്ണാമലയാണ്. അണ്ണാമലൈ പുറത്തു കൊണ്ടുവരുന്ന അഴിമതി DMKയെ ഓരോ വശത്ത് നിന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ DMKയുടെ നട്ടലൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ DMKയിൽ 2 മന്ത്രിമാർ ഉൾപ്പെടെ അകത്ത് പോയിട്ടുണ്ട്. ഇനിയും DMK ഫയൽസ് തുറക്കപ്പെടും എന്ന് തന്നെയാണ് തമിഴക ജനത കരുതുന്നത്. എന്തായാലും അയോധ്യയിലെ രാമക്ഷേത്രം മുതൽ ഇലക്ട്രൽ ബോണ്ട് വരെയുള്ള വിഷയങ്ങൾ 2 പക്ഷത്തുമുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളുടെയൊക്കെ പ്രഭാവം അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു എഫക്റ്റ് അത് ഇലക്ഷൻ അടുക്കും തോറും കൂടുതൽ തിളങ്ങി വരുമോ അല്ലെങ്കിൽ മങ്ങിപ്പോകുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയേണ്ടതാണ്. കാരണം നിലവിൽ പുറത്തു വന്നിരിക്കുന്ന സർവേകളെ മാത്രം അടിസ്ഥാനമാക്കി ഒരിക്കലും ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വരയ്ക്കാൻ സാധിക്കുകയില്ല. എന്തായാലും ഇനി മാനിഫെസ്റ്റോകൾ ഇറങ്ങാനുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷത്തിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയും പര്യടനങ്ങൾ തുടങ്ങാനുണ്ട്. ഇതൊക്കെ തുടക്കം കുറിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇതിന്റെയൊക്കെ ഒരു ചൂടിലേക്ക് അടുക്കുമ്പോൾ മാത്രമേ രാജ്യത്തിന്റെ ഒരു ചായ്വ് അല്ലെങ്കിൽ ഏത് ദിശയിലേക്കായിരിക്കും കാറ്റ് വീശാൻ പോവുക എന്ന കാര്യമൊക്കെ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ എന്തായാലും 2004 ആവർത്തിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം ഇന്ത്യ തിളങ്ങുന്നു എന്ന് അന്ന് പറഞ്ഞപ്പോൾ അന്ന് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന് തിളക്കം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, പതിവിലും അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിലും അധികം കഷ്ടപ്പാടിൽ തന്നെയായിരുന്നു ജനത കഴിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നങ്ങനെയില്ല. മോദി ഒരു ഗ്യാരണ്ടിയാണ് മുന്നോട്ട് വെക്കുന്നത്. ആ ഗ്യാരണ്ടി 10 വർഷത്തിനിടയിൽ പലതവണ അദ്ദേഹം കാണിച്ചു തന്നിട്ടുമുണ്ട്. ലോകരാജ്യങ്ങളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യ വികസന കുതിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ള കണക്കുകൾ പോലും ലഭ്യമാണ്. എന്തായാലും 2024 പൊതു തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഇരുപക്ഷത്തു നിന്നും ആക്രമണങ്ങളും കടന്നാക്രമണങ്ങളും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി യുദ്ധത്തിനൊടുവിൽ ജയം ആർക്ക് എന്നുള്ളത് വിധിക്കുന്നത് ജനങ്ങൾ തന്നെയായിരിക്കും.